ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാത്തൂൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. മോരുകറി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയല്ലേ, ഇത് പ്രത്യേകിച്ച് വീഡിയോ ഇടേണ്ട കാര്യം എന്തായിരിക്കുന്നതെന്ന്. പക്ഷേ ഒരു തവണ നിങ്ങൾ ഇതുപോലെ മോരുകറി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മോരുകറി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പി ആയിട്ട് മാറും. ഇത് അത്രയ്ക്ക് കിടു ടേസ്റ്റാണ് നമ്മുടെ ഈ മോരുകറിക്ക്. അപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു 8-10 ചുമന്നുള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ 2-3 കഷ്ണം വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് 5-6 നെടുകെ കീറിയതാണ്, പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും 1 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. മോരുകറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മുടെ മോരുകറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വെജിറ്റബിൾ ഓയിൽസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്ന ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഈ പച്ചമുളകൊക്കെ ഒരു പച്ച കളറ് മാറി ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളറ് വരുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുമന്നുള്ളി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മാത്രം മതി, കരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇപ്പോൾ ഇത് നമ്മുടെ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഉള്ളിയും പച്ചമുളകൊക്കെ അവസാനം മോര് തയ്യാറാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇത് തൈരിനകത്തൊക്കെ കിടന്ന് നന്നായിട്ടങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മോരിൻ്റെ ടേസ്റ്റ് കുറച്ച് കുറയും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മോരിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായതുകൊണ്ട് തന്നെ പൊടി കരിയാതെ വേഗം തന്നെ തേങ്ങയുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ തേങ്ങയും ജീരകവും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചിരിക്കുന്നതാണ്. തേങ്ങ വളരെ കുറച്ച് നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. 1 പിടി തേങ്ങ ചിരകിയതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അരപ്പ് തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടാകണം, ഇല്ലെങ്കിൽ പച്ച തേങ്ങയുടെ ടേസ്റ്റ് വരും. അരപ്പ് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് മോര് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തൈര് ഒഴിച്ചു കൊടുക്കാൻ നേരം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. തൈര് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാലിൽ നിന്ന് ഒഴിച്ച നല്ല തൈര് വേണം മോര് കാച്ചാൻ വേണ്ടി എടുക്കാൻ. എന്നാലാണ് നമ്മുടെ മോരിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന തൈരിനെക്കാട്ടിലും എപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്ന പാലിൽ നിന്നുള്ള ഒഴിച്ച തൈരായിരിക്കും നല്ലത്. പാലിൽ നിന്ന് എങ്ങനെയാണ് തൈര് തയ്യാറാക്കി എടുക്കുന്നതെന്ന് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. പാല് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച പാല് ആറിച്ച് ഒരു ചെറിയ ചൂടോടുകൂടി അതിലേക്ക് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കണം. തലേന്ന് വൈകിട്ട് ഒഴിക്കുന്ന തൈര് പിറ്റേന്ന് മോര് കാച്ചണം. ഒത്തിരി പുളിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അപ്പോഴാണ് നമുക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള മോര് കാച്ചിയത് കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മോര് കാച്ചിയതിന് ഒത്തിരി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വരാൻ വേണ്ടി പാടില്ല. നമ്മൾ 2-3 വെളുത്തുള്ളിയാണ് എടുത്തത്. ആ വെളുത്തുള്ളി നമ്മൾ കീറിയല്ല ഇട്ടേക്കുന്നത്, ജസ്റ്റ് വെളുത്തുള്ളി ആയിട്ട് ഇട്ടിട്ടുള്ളൂ. ഒത്തിരി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വരാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ തൈര് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ട് ആവി വരാനൊക്കെ തുടങ്ങി. ഈ ഒരു പരുവത്തിൽ മതിയാകും. നമ്മൾ ഇതുവരെ നമ്മുടെ മോര് കാച്ചിയതിലേക്ക് ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമ്മൾ മോര് എടുത്ത് വെക്കുന്ന ബൗളിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന മോരും കൂടെ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സദ്യക്കൊക്കെ കിട്ടുന്ന മോരുകറിയുടെ അതേ ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് പറയണം. മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാത്തൂൻസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.